ഉണ്ണികൾക്ക് പഠിക്കാൻ ഇഷ്ടമാണോ? ആർക്കൊക്കെ പഠിക്കാൻ ഇഷ്ടമുള്ളത്? ഒന്ന് കൈപൊന്തിച്ചേ കാണട്ടെ. വെരി ഗുഡ്. എല്ലാവർക്കും പഠിക്കാൻ ഇഷ്ടമാണല്ലേ? നല്ല കുട്ടികളാണല്ലോ. ഇപ്പം നമുക്ക് ഇംഗ്ലീഷ് ലെറ്റേഴ്സ് പഠിച്ചാലോ? ഇംഗ്ലീഷ് അക്ഷരങ്ങൾ നിങ്ങൾ കേട്ടിട്ടില്ലേ? ABCDEFG. അതാണ് ഇംഗ്ലീഷ് ലെറ്റേഴ്സ്, ഇംഗ്ലീഷ് അക്ഷരങ്ങൾ. ഇവിടെ നോക്കിയേ, നിങ്ങൾക്ക് കുറേ ഇംഗ്ലീഷ് അക്ഷരങ്ങൾ കാണാൻ പറ്റുന്നില്ലേ? ഇംഗ്ലീഷ് ആൽഫാബറ്റിൽ എത്ര ലെറ്റേഴ്സ് ഉണ്ടെന്നറിയോ? ഇംഗ്ലീഷിൽ എത്ര അക്ഷരങ്ങളുണ്ടെന്നറിയോ കുഞ്ഞുങ്ങൾക്ക്? എത്ര എണ്ണമുണ്ട്? 26. എത്ര എണ്ണമാണ്? 26 അക്ഷരങ്ങളുണ്ട് ഇംഗ്ലീഷിൽ. അപ്പോൾ നമുക്ക് പഠിക്കാൻ തുടങ്ങിയാലോ? ഇപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കുറച്ച് ഇംഗ്ലീഷ് അക്ഷരങ്ങളും ആ അക്ഷരം വെച്ചിട്ട് തുടങ്ങുന്ന കുറച്ച് വേർഡ്സ്, കുറച്ച് വാക്കുകളും മിസ് പഠിപ്പിച്ച് തരാട്ടോ. ശ്രദ്ധയോടെ കാണില്ലേ? ഇവിടെ നോക്കിയേ, മിസ് ഒരു കാര്യം പറഞ്ഞു തരട്ടെ. ഇവിടെ നോക്കിയേ, ഇവിടെ എ കാണുന്നുണ്ട് അല്ലേ? അതുപോലെ തന്നെ അതിൻ്റെ അടുത്ത് കുഞ്ഞൊരു അക്ഷരം കൂടി കാണാല്ലേ? അതും എ തന്നെയാണ്. ഇത് വലിയ അക്ഷരം എ, ഇത് ചെറിയ അക്ഷരം എ. നിങ്ങൾക്ക് വേറൊരു കാര്യം കാണിച്ചേ. കണ്ടോ? ഇതെന്താ കാണുന്നത്? എലിഫൻറ്റ്, ആന അല്ലേ? ഇവിടെ കാണുന്ന ഇതും ആന തന്നെയാണ്, ഇതും ആന തന്നെയാണ്. പക്ഷെ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താ? ഇത് വലിയ ആന, ഇത് ചെറിയ ആന. ഇത് വലിയ ആന, ഇത് ചെറിയ ആന അല്ലേ? പക്ഷെ രണ്ടിനും നമ്മൾ എന്ത് പറയാ? കുഞ്ഞുങ്ങൾ എന്താ പറയുക രണ്ടിനും? എലിഫൻറ്റ് അല്ലെങ്കിൽ ആന. പക്ഷെ ഇത് സ്മോൾ എലിഫൻറ്റ്, ഇത് ബിഗ് എലിഫൻറ്റ്. അതുപോലെ തന്നെ ഇംഗ്ലീഷിലും ബിഗ് ലെറ്റേഴ്സും ഉണ്ട്, സ്മോൾ ലെറ്റേഴ്സും ഉണ്ട്. ബിഗ് ലെറ്റേഴ്സും ഉണ്ട്, സ്മോൾ ലെറ്റേഴ്സും ഉണ്ട്. അപ്പോൾ നമുക്ക് ഇംഗ്ലീഷിലെ ആദ്യ അക്ഷരം നോക്കിയാലോ? ഇംഗ്ലീഷ് ആൽഫബറ്റിലെ ആദ്യ അക്ഷരമാണ് എ. എന്താണ്? എ. ഇതിന് രണ്ടിനും പറയുന്ന പേരാണ് എ. പറഞ്ഞേ, എൻ്റെ കൂടെ പറഞ്ഞേ. എ. എന്താണ് പറയുക? എ. ഇത് ബിഗ് എ, ഇത് സ്മോൾ എ. ഇത് ബിഗ് എ, ഇത് സ്മോൾ എ. ഒന്നുകൂടെ പറഞ്ഞേ, എന്താണ് ഇതിന് രണ്ടിനും പറയുക? എ. ഗുഡ്. എന്താ പറയുക? എ. ഒന്നുകൂടെ പറഞ്ഞേ. എ. ഇത് ബിഗ് എ, ഇത് സ്മോൾ എ. ഇത് സ്മോൾ എ, ഇത് ബിഗ് എ. മനസ്സിലാവുന്നുണ്ടോ കുഞ്ഞുങ്ങൾക്ക്? ഇതൊന്ന് പറഞ്ഞേ, ഇതെന്താണ്? ഇതിനെന്താ പറയുക? ഇത് രണ്ടിനും എന്താ പറയുക? വെരി ഗുഡ്. എ. ഇത് എ, ഇതും എ. ഇത് ബിഗ് എ, ഇത് സ്മോൾ എ. ആരെങ്കിലും കുഞ്ഞുങ്ങളോട് ഇതെന്താ വായിക്കുക അല്ലെങ്കിൽ ഇതിൻ്റെ പേരെന്താ ചോദിച്ചാൽ എന്ത് പറയും? എ. ഇത് ബിഗ് എ, ഇത് സ്മോൾ എ. ഇനി കുഞ്ഞുങ്ങൾക്ക് ഇവിടെ ഇത് കാണാൻ കഴിയുന്നുണ്ടോ? എന്താ കാണാൻ കഴിയുന്നത്? മിസ് തൊട്ട് കാണിക്കുന്നത് എന്താ കാണാൻ കഴിയുന്നത്? ആപ്പിൾ. ആപ്പിളിന് എന്താ ഇംഗ്ലീഷ് പറയാ? ആപ്പിൾ. എന്താ പറയാ? ആപ്പിൾ. ആപ്പിളിൻ്റെ ഫസ്റ്റ് ലെറ്റർ നോക്കിയേ, ഫസ്റ്റ് അക്ഷരം എന്താണത്? എ. എന്താണത്? എ. അപ്പോൾ എ വെച്ചിട്ട് തുടങ്ങുന്ന ഒരു വേർഡാണ് ആപ്പിൾ. എന്താണ്? ആപ്പിൾ. ഇവിടെ കാണുന്നത് ബിഗ് എ. ഇവിടെ കാണുന്നത് എന്താണ്? ബിഗ് എ ആണ് കാണുന്നത് അല്ലേ? വേറൊന്ന് കാണിച്ചിട്ടേ കുഞ്ഞുങ്ങൾക്ക്. ഇവിടെ കുഞ്ഞുങ്ങൾക്ക് ആപ്പിൾ കാണുന്നുണ്ടോ? എവിടെ ആപ്പിൾ കാണുന്നത്? ഇതാണ് ആപ്പിൾ അല്ലേ? ഇവിടുത്തെ ആപ്പിളിൻ്റെ ഫസ്റ്റ് ലെറ്റർ, ഫസ്റ്റ് അക്ഷരം നോക്കിയേ. ബിഗ് എ ആണോ സ്മോൾ എ ആണോ? ഗുഡ്, വെരി ഗുഡ്. സ്മോൾ എ ആണ് അല്ലേ? അപ്പോൾ ബിഗ് എയും സ്മോൾ എയും തമ്മിൽ കണ്ടാൽ മനസ്സിലാവോ കുഞ്ഞുങ്ങൾക്ക്? ഇനി അപ്പോൾ എ വെച്ചിട്ടുള്ളൊരു വേർഡാണ് ആപ്പിൾ. എന്താണ്? ആപ്പിൾ. വേറൊരു വേർഡാണ് ആക്സ്. ആക്സ് പറഞ്ഞാൽ എന്താ?
കോടാലി കണ്ടിട്ടുണ്ടോ? വിറകൊക്കെ വെട്ടുന്ന കണ്ടിട്ടുണ്ടോ കുഞ്ഞുങ്ങൾ? അപ്പോൾ ഉപയോഗിക്കുന്നതാണിത്, കോടാലി. അതിന് പറയുന്ന പേരാണ് ആക്സ്. എന്താണ് പറയാ? ആക്സ്. അടുത്തത് നോക്കിയേ, ഇതിന് കുഞ്ഞുങ്ങൾ കണ്ടിട്ടുണ്ടോ? കുഞ്ഞുങ്ങളെ കടിച്ചിട്ടുണ്ടോ ഇത്? ഇതെന്താണ്? ഉറുമ്പ് അല്ലേ? ഉറുമ്പിനെ എന്താ ഇംഗ്ലീഷിൽ പറയാന്നറിയോ കുഞ്ഞുങ്ങൾക്ക്? ആൻറ്റ്. എന്താണ് പറയാ? ആൻറ്റ്. ഒന്നുകൂടെ പറഞ്ഞേ, ആൻറ്റ്. ഉറുമ്പിനെ എന്താണ് ഇംഗ്ലീഷ് പറയാ? ആൻറ്റ്. ഇനി ഉറുമ്പിനെ കാണുമ്പോൾ എന്ത് പറയണം? വീട്ടിലൊക്കെ ഉറുമ്പിനെ കണ്ടാൽ, എവിടെയെങ്കിലും വെച്ച് ഉറുമ്പിനെ കണ്ടാൽ എന്ത് പറയണം? ആൻറ്റ് ഇതാ പോണ് പറയണം. എന്ത് പറയണം? ആൻറ്റ് ഇതാ പോണ് പറയണം. അടുത്തത് ഇത് എന്താണ്? ഒരു അമ്പാണ് അല്ലേ? എന്താണ്? അമ്പ്. അമ്പിന് എന്താ പറയുക? ആരോ. ഇത് കണ്ടിട്ടുണ്ടോ കുഞ്ഞുങ്ങൾ? അത്ര കണ്ടിട്ടുണ്ടാവില്ല അല്ലേ? ഈ ചിത്രത്തിലൊക്കെ കണ്ടിട്ടുണ്ടാവൂലേ? ഈ ചിത്രത്തിലൊക്കെ കണ്ട ഈ അമ്പിന് ഇംഗ്ലീഷിൽ പറയുന്ന പേരാണ് ആരോ. എന്താണ് പറയുക? ആരോ. അപ്പോൾ നമ്മൾ ഏത് ലെറ്റർ പഠിച്ചു? ഇംഗ്ലീഷ് ആൽഫാബറ്റിലെ ഫസ്റ്റ് അക്ഷരമാണ് എ. എന്താണ്? എ. ഇത് ബിഗ് എ, ഇത് സ്മോൾ എ. എ വെച്ചിട്ട് തുടങ്ങുന്ന വേർഡ്സ്, എ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന വേർഡ്സ് ഏതൊക്കെ? ആപ്പിൾ, ആക്സ്, ആൻഡ്, ആരോ. ഏതൊക്കെയാണ്? ആപ്പിൾ, ആക്സ്, ആൻഡ്, ആരോ. കുഞ്ഞുങ്ങളെ, ഇനി നമുക്ക് അടുത്ത ലെറ്റർ പഠിക്കാം. ഇതാണ് ഇംഗ്ലീഷ് ആൽഫബറ്റിലെ അടുത്ത അക്ഷരം. എന്താണ് ഇത് വായിക്കുക? ബി. എന്താണ് ഇതിന് രണ്ടിനും വായിക്കുക? ബി. ഇതും ബി ആണ്, ഇതും ബി ആണ്. ഇത് ബിഗ് ബി, ഇത് സ്മോൾ ബി. ഇത് ബിഗ് ബി, ഇത് സ്മോൾ ബി. എന്താണ് പറയുക? ബി. ആരെങ്കിലും കുഞ്ഞുങ്ങളോട് ഇത് ഏതാ അക്ഷരം അല്ലെങ്കിൽ ഇതെന്താ വായിക്കുക എന്ന് ചോദിച്ചാൽ എന്ത് പറയും? ബി. എന്ത് പറയും? ബി. ഇത് ബിഗ് ബി, ഇത് സ്മോൾ ബി. ഇനി ബി വെച്ചിട്ടുള്ള വേർഡ്സ് നോക്കാം. റെഡിയാണോ? ഇതെന്താണ്? ബോൾ. ഇതെന്താണ്? ബോൾ. ബോളിൻ്റെ ഫസ്റ്റ് അക്ഷരം നോക്കിയേ, ഫസ്റ്റ് ലെറ്റർ നോക്കിയേ. എന്താണ്? ബി ആണ് അല്ലേ? ഇത് ബിഗ് ബി ആണോ സ്മോൾ ബി ആണോ? പറഞ്ഞേ. വെരി ഗുഡ്, ബിഗ് ബി ആണ് അല്ലേ? ഇനി മിസ് വേറൊരു ബോൾ കാണിച്ചു തരട്ടെ കുഞ്ഞുങ്ങൾക്ക്? കണ്ട, ഇവിടെ വേറൊരു ബോൾ കണ്ട? ഈ ബോളിൻ്റെ ഫസ്റ്റ് ലെറ്റർ ബി തന്നെ അല്ലേ? ബി തന്നെ. ഇത് ബിഗ് ബി ആണോ സ്മോൾ ബി ആണോ? സ്മോൾ ബി അല്ലേ? അപ്പോൾ ഇത് ബിഗ് ബി, ഇത് സ്മോൾ ബി. മനസ്സിലായോ കുഞ്ഞുങ്ങൾക്ക്? ഇതെന്താണ്? ബിഗ് ബി, ഇത് സ്മോൾ ബി. രണ്ടിനും പറയുക ബി തന്നെയാണ്, പക്ഷേ ഇത് ബിഗ് ബി, ഇത് സ്മോൾ ബി. ഇനി ബി വെച്ചിട്ടുള്ള വേറൊരു വേർഡ് നോക്കാം. ഇവിടെ ആരെ കാണുന്നുണ്ട്? ഇവിടെ ഒരു ആൺകുട്ടിയെ കാണുന്നുണ്ട് അല്ലേ? ആൺകുട്ടിക്ക് എന്താ ഇംഗ്ലീഷിൽ പറയാന്നറിയോ? എന്താ പറയുക? ബോയ്. എന്താ പറയുക? ബോയ്. ഒന്നുകൂടെ പറഞ്ഞേ, ബോയ്. ഒന്നുകൂടെ കേൾക്കണില്ലല്ലോ? ഉറക്കെ പറഞ്ഞേ, ബോയ്. എന്താ പറയുക? ബോയ്. അപ്പോൾ ഏതൊക്കെ പഠിച്ചു? ബോൾ പഠിച്ചു, ബോയ് പഠിച്ചു. ബോയ് പറഞ്ഞാൽ എന്താണ്? ആൺകുട്ടി. അടുത്തത് ഇതെന്താ കുഞ്ഞുങ്ങളെ? ഇത് ഇഷ്ടമാണോ നിങ്ങൾക്ക്? എന്താ അതിന് പറയാ? ബലൂൺ. ഇംഗ്ലീഷിൽ അതിന് ബലൂൺ എന്ന് പറയും. എന്ത് പറയും? ബലൂൺ. ഒന്ന് പറഞ്ഞേ കേൾക്കട്ടെ, ബലൂൺ. അടുത്തത് ഇതിനെ കണ്ടിട്ടുണ്ടോ കുഞ്ഞുങ്ങൾ? എന്താ ഉണ്ണികളെ ഇത്? നിങ്ങൾ വീട്ടിലൊക്കെ കണ്ടിട്ടുണ്ടോ ഇത്? പൂമലൊക്കെ വന്ന് കുത്തിയിരിക്കണത് എന്താ? പൂമ്പാറ്റ അല്ലേ? പൂമ്പാറ്റയ്ക്ക് എന്താ ഇംഗ്ലീഷിൽ പറയാന്നറിയോ? എന്താ പറയാ? ബട്ടർഫ്ലൈ. എന്താ പറയാ?. ഒന്ന് പറഞ്ഞേ, മിസ്സിൻ്റെ കൂടെ പറഞ്ഞേ.
എന്താണ്? ബട്ടർഫ്ലൈ. എന്താണ്? ബട്ടർഫ്ലൈ. അപ്പോൾ ഏതൊക്കെ പഠിച്ചു? ബി പഠിച്ചു അല്ലേ? എന്ത് പഠിച്ചു നമ്മൾ? ബി പഠിച്ചു. ബിഗ് ബി പഠിച്ചു, സ്മോൾ ബി പഠിച്ചു. ബി വെച്ചിട്ട് തുടങ്ങുന്ന വേർഡ്സ് ഏതൊക്കെ? ബോൾ, ബോയ്, ബലൂൺ, ബട്ടർഫ്ലൈ. ഇതൊക്കെയാണ് ബോൾ, ബോയ്, ബലൂൺ, ബട്ടർഫ്ലൈ. ഇതെന്താണ്? ബിഗ് ബി, സ്മോൾ ബി. ഇത് ബിഗ് ബി, ഇത് സ്മോൾ ബി. രണ്ടിനും പറയാ എന്താണ്? ബി തന്നെയാണ് രണ്ടിനും പറയാ. പക്ഷെ ഇത് ബിഗ് ബി, ഇത് സ്മോൾ ബി. ഇത് വലിയ ബി, ഇത് ചെറിയ ബി. മനസ്സിലായോ കുഞ്ഞുങ്ങൾക്ക്? അടുത്ത ലെറ്റർ നോക്കാം. റെഡി അല്ലേ? ഉഷാറായിരുന്നേ? ഇതാണ് അടുത്ത ലെറ്റർ. ഇത് കണ്ടിട്ടുണ്ടോ കുഞ്ഞുങ്ങളെ? ഈ ലെറ്റർ ആണ് സി. എന്താണ്? സി. പറഞ്ഞേ കേൾക്കട്ടെ. ഇതാണ് സി. ഇത് ബിഗ് സി, ഇത് സ്മോൾ സി. ഇത് ബിഗ് സി, ഇത് സ്മോൾ സി. പറഞ്ഞേ, ഇതിന് പറയുന്ന പേരെന്താണ്? സി. എന്താ പറയാ? സി. കേൾക്കട്ടെ, ഒന്നുകൂടെ പറഞ്ഞേ. വെരി ഗുഡ്. സി. ഇത് ബിഗ് സി, ഇത് സ്മോൾ സി. ഇതെന്ത് സി ആണ്? ബിഗ് സി. ഇതോ? ഇത് സ്മോൾ സി. നല്ല കുട്ടികളാണ് കേട്ടോ. ഇതെന്താണ്? ബിഗ് സി, ഇത് സ്മോൾ സി. ഇനി പറയുന്നതാണ് സി. ഇനി സി വെച്ച് തുടങ്ങുന്ന വേർഡ്സ് നോക്കാം. ഇതെന്താ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇതിനെ? നിങ്ങൾക്ക് ഇഷ്ടമാണോ? പൂച്ച അല്ലേ? പൂച്ചയെ ഇഷ്ടമാണോ നിങ്ങൾക്ക്? ഇഷ്ടമാണ് അല്ലേ? പൂച്ചക്ക് എന്താ ഇംഗ്ലീഷിൽ പറയാന്നറിയോ? നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും അമ്മയോട്? പൂച്ചക്ക് ഇംഗ്ലീഷിൽ പറയാ കാറ്റ്. എന്താ പറയാ? കാറ്റ്. നിങ്ങൾക്ക് അറിയായിരുന്നോ കാറ്റ് എന്താണ്? അറിയായിരുന്നോ അല്ലേ? എല്ലാവർക്കും അറിയായിരുന്നോ? എന്നാ പഠിച്ചോ. കാറ്റ്. പൂച്ചക്ക് ഇംഗ്ലീഷിൽ പറയാ കാറ്റ്. കാറ്റ് തുടങ്ങുന്നത് ഏത് അക്ഷരം വെച്ചിട്ടാ? സി. എന്താണ്? സി വെച്ചിട്ടുള്ള വേർഡാണ് കാറ്റ്. അടുത്തത് എന്താ? ഇതെന്താ? കേക്ക് അല്ലേ? എന്താണ്? കേക്ക്. കേക്ക് ഇഷ്ടമാണോ കുഞ്ഞുങ്ങൾക്ക്? കേക്കിൻ്റെ ഫസ്റ്റ് അക്ഷരം എന്താണ്? സി. എന്താണ്? സി. പിന്നെ കേക്കിൻ്റെ മേലെ എന്തിരിക്കുന്നുണ്ട്? മെഴുകുതിരികൾ ഇരിക്കുന്നുണ്ട് അല്ലേ? മെഴുകുതിരിക്ക് എന്താ ഇംഗ്ലീഷിൽ പറയാന്നറിയോ? എന്താ പറയാ? കാൻഡിൽസ്. എന്താണ്? കാൻഡിൽസ്. കാൻഡിൽസിൻ്റെയും ഫസ്റ്റ് അക്ഷരം എന്താണ്? സി ആണ്. കണ്ടോ നിങ്ങൾ? അപ്പോൾ എന്താ പഠിച്ച നമ്മൾ? ഇതിന് പറയാൻ എന്താണ്? സി. എന്താ പറയാ? സി. ഇത് ബിഗ് സി, സ്മോൾ സി. സി വെച്ച് തുടങ്ങുന്ന ഒരു വേർഡാണ് കാറ്റ്. എന്താണ്? കാറ്റ്. പിന്നെ കേക്ക്. എന്താണ്? കേക്ക്. കാൻഡിൽസ്. എന്താണ്? കാൻഡിൽസ്. ഇതെന്താ? ഇതിനെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? കുഞ്ഞുങ്ങൾ ഇത് കണ്ടിട്ടുണ്ടോ? ആരാണിത്? പശു ആണ് അല്ലേ? നമുക്ക് പാല് തരുന്ന പശു അല്ലേ? പശുവിനെ എന്താ ഇംഗ്ലീഷിൽ പറയാ? കൗ. എന്താ പറയാ? കൗ. ഒന്ന് പറഞ്ഞേ. എന്താ പറയാ? കൗ. കൗൻ്റെ ഫസ്റ്റ് അക്ഷരം കണ്ടോ? സി. കണ്ടില്ലേ നീ കുഞ്ഞുങ്ങൾ? കണ്ടോ? സി കണ്ടോ? ഇതാണ് കൗ. പശുവിന് പറയാ കൗ. അടുത്തത് ഇതെന്താ? കളർ പെൻസിലാണ് അല്ലേ? ക്രയോൺസ്. നിങ്ങൾ കളർ ചെയ്യാറുണ്ടോ കുഞ്ഞുങ്ങൾ? ഇതിന് പറയാ ക്രയോൺസ്. ക്രയോൺസിൻ്റെ ഫസ്റ്റ് അക്ഷരം എന്താണ്? സി. എന്താണ്? സി. ഇതെന്താണ്? ക്രയോൺസ്. ഈ ക്രയോൺസിൻ്റെ ഫസ്റ്റ് അക്ഷരം സി ആണ് അല്ലേ? ഇത് ബിഗ് സി ആണോ സ്മോൾ സി ആണോ? വലിയ സിയിൽ ഇട്ടിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ എന്താണ്? ഇവിടെയൊക്കെ കണ്ടത് നമ്മൾ ബിഗ് സി ആണ്. കാറ്റിലും കേക്കിലും കൗവിലും ക്രയോൺസിലൊക്കെ നമ്മൾ എന്ത് കണ്ടു? ബിഗ് സി കണ്ടു. നമുക്ക് സ്മോൾ സി കണ്ടാലോ? കണ്ട ഇവിടെ കാർ കണ്ടോ കുഞ്ഞുങ്ങൾ? അതുപോലെ നേരത്തെ പഠിച്ച കേക്ക് കണ്ടോ?
കേക്കിൽ ഫസ്റ്റ് ലെറ്റർ എന്താ അവിടെ കാണിക്കുന്നത്? സി ആണ് അല്ലേ? ആ സി ബിഗ് സി ആണോ സ്മോൾ സി ആണോ? കുഞ്ഞാക്കിയിട്ടാണ് സി എഴുതിയിരിക്കണത് അല്ലേ? അപ്പോൾ അത് സ്മോൾ സി ആണ്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? ഇത് എന്താ പഠിച്ചേ? സി. എന്താണ്? സി. ദ ബിഗ് സി, ദ സ്മോൾ സി. സി വെച്ചിട്ടുള്ള വേർഡ്സുകൾ അതൊക്കെ കാറ്റ്, കേക്ക്, കാൻഡിൽസ്, കൗ, ക്രയോൺസ്. നമുക്ക് അടുത്ത ലെറ്റർ നോക്കാം. ഇതാണ് ഇംഗ്ലീഷിലെ അടുത്ത ലെറ്റർ. ഏത് കഴിഞ്ഞിട്ടുള്ള? സി കഴിഞ്ഞിട്ടുള്ള അടുത്ത ലെറ്ററാണ് ഇത്. ഇതിനെന്താ പറയുക? ഇതിന് രണ്ടിനും എന്താ പറയുക? ഡി. എന്താ പറയുക? ഡി. എന്ത് പറയും? ഡി. എൻ്റെ കൂടെ പറഞ്ഞേ. ഡി. ദ ബിഗ് ഡി, ദ സ്മോൾ ഡി. എന്താണ്? ബിഗ് ഡി, സ്മോൾ ഡി. ഇതെന്താ ചോദിച്ചാൽ എന്ത് പറയും? ഡി. ഇതെന്താ ചോദിച്ചാൽ എന്ത് പറയും? ഡി. ഇത് ബിഗ് ഡി, ഇത് സ്മോൾ ഡി. ഇതിന് രണ്ടിനും പറയുന്ന പേരാണ് ഡി. ഇത് ബിഗ് ഡി, ഇത് സ്മോൾ ഡി. ഇത് വലിയ ഡി, ഇത് ചെറിയ ഡി. പിന്നെ ഡി വെച്ചിട്ടുള്ള വേർഡ്സ് നോക്കാം. ഇതാരാ? ഇതാണ് നായ അല്ലേ? നായക്ക് എന്താ ഇംഗ്ലീഷിൽ പറയാ കുഞ്ഞുങ്ങളെ? ഒന്ന് പറഞ്ഞേ. ഡോഗ്. എന്ത് പറയും? ഡോഗ്. ഡോഗ് പറഞ്ഞാൽ നായ. ഡോഗിൻ്റെ ഫസ്റ്റ് ലെറ്റർ കണ്ടോ? എന്താണ് ഫസ്റ്റ് ലെറ്റർ? ഡി ആണ് അല്ലേ? ബിഗ് ഡി, സ്മോൾ ഡി അല്ലേ? ഇത് ബിഗ് ഡി ആണോ സ്മോൾ ഡി ആണോ? ബിഗ് ഡി. ഇതാണ് ബിഗ് ഡി അല്ലേ? അപ്പോൾ നായ്ക്ക് എന്താ പറയുക? ഡോഗ്. വേറൊരു വീട് നോക്കൂ. ഡ്രം. ഡ്രം കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ചെണ്ട കണ്ടിട്ടുണ്ടോ? ഇതാണ് ഡ്രം. എന്ന് പറയാണ് ഡ്രം. പിന്നെ ഇതെന്താ? ഡക്ക്. എന്താ പറയാ? ഡക്ക്. ഡക്ക് പറഞ്ഞാൽ എന്താ? താറാവ് അല്ലേ? താറാവിന് ഇംഗ്ലീഷിൽ പറയാ ഡക്ക്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഡക്കിനെ? ഇനി ഡക്കിനെ കാണുമ്പോൾ എന്ത് പറയണം? താറാവിനെ കാണുമ്പോൾ എന്ത് പറയണം? ഡക്ക് എന്ന് പറയണം അല്ലേ? ഇംഗ്ലീഷ് പറയണം. എന്താണ് പറയാ? ഡക്ക്. താറാവിനെ കാണുമ്പോൾ എന്ത് പറയണം? ഡക്ക്. അടുത്തത് നോക്കിയേ. ഇതിനെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഇതാരാ? ഡോൾഫിൻ. ആരാണ്? ഡോൾഫിൻ. കണ്ട? ഡോൾഫിൻ. ഡോൾഫിൻ്റെ ഫസ്റ്റ് ലെറ്റർ നോക്കിയേ. എന്താണ്? ഡി ആണ് അല്ലേ? അപ്പോൾ ഇതെന്താണ്? ഡോൾഫിൻ. അപ്പം നമ്മൾ എന്തൊക്കെ പഠിച്ചു ഇപ്പോൾ ഇതിൽ? ഡി. ഇതെന്താണ്? ഡി. ഇത് ബിഗ് ഡി, ഇത് സ്മോൾ ഡി. ഇതിന് രണ്ടിനും ഡി എന്നാണ് പറയുക. പക്ഷെ ഇത് വലിയ ഡി, ഇത് ചെറിയ ഡി. ഡി വെച്ച് തുടങ്ങുന്ന വേർഡ്സ് ഏതൊക്കെ? ഡോഗ്, ഡ്രം, ഡക്ക്, ഡോൾഫിൻ. ഇതിലൊക്കെ നമ്മൾ ബിഗ് ഡി ആണല്ലേ കണ്ടത്? ഇനി കുഞ്ഞുങ്ങൾക്ക് ഞാൻ സ്മോൾ ഡി കാണിച്ചിട്ടേ. സ്മോൾ ഡി കണ്ട? നേരത്തെ നമ്മൾ ഡോഗിനെ കണ്ടു അല്ലേ? ഇവിടെ ഡോഗിനെ കണ്ടപ്പോൾ ബിഗ് ഡി ആയിരുന്നു. ഇവിടെ ഡോഗിനെ നോക്കിയേ. ഇത് സ്മോൾ ഡി ആണ്. കണ്ടോ? ഡക്കിന് കണ്ടോ? സ്മോൾ ഡി. ഡോൾഫിന് കണ്ടോ? സ്മോൾ ഡി. അപ്പം നമ്മൾ എന്ത് പഠിച്ചു? ഇത് ബിഗ് ഡി, ഇത് സ്മോൾ ഡി. ഡി വെച്ചിട്ടുള്ള വേർഡ്സ് ഏതൊക്കെ? ഡോഗ്, ഡ്രം, ഡക്ക്, ഡോൾഫിൻ. അടുത്ത ലെറ്റർ നോക്കാം. കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ കുഞ്ഞുങ്ങളെ? അടുത്ത അക്ഷരം നോക്കാം നമുക്ക്. ഇതാണ് അടുത്ത അക്ഷരം. ഇതെന്താണ്? കുഞ്ഞുങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ ഈ അക്ഷരം? മിസ് പറഞ്ഞു തരട്ടെ. ഇതിന് രണ്ടിനും പറയുന്ന പേരാണ് ഇ. എന്താണ് പറയാ? ഇ. ഇത് ബിഗ് ഇ, ഇത് സ്മോൾ ഇ. ഇത് വലിയ ഇ, ഇത് ചെറിയ ഇ. എന്താ പറയാ? ഇ. ഒന്നുകൂടെ പറഞ്ഞേ. മിസ്സിൻ്റെ കൂടെ പറഞ്ഞേ. ഇ. ഇത് ബിഗ് ഇ, സ്മോൾ ഇ. എന്താ വായിക്കുക? ഒന്ന് പറഞ്ഞേ കേൾക്കട്ടെ. മിസ് കേൾക്കട്ടെ.
കുഞ്ഞുങ്ങൾ പറഞ്ഞേ കേൾക്കട്ടെ. ആ, വെരി ഗുഡ്. എന്താണ് ഇ അല്ലേ? ഇത് ബിഗ് ഇ, സ്മോൾ ഇ. ഇതെന്താ? മിസ് ആദ്യം കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു ഈ ഫോട്ടോ അല്ലേ? ഇത് നമ്മുടെ ആന അല്ലേ? ആനക്ക് എന്താ ഇംഗ്ലീഷ് പറയാ പറഞ്ഞേ? എലിഫാൻറ്റ്. എന്താണ്? എലിഫാൻറ്റ്. എന്താണ്? എലിഫാൻറ്റ്. എലിഫൻറ്റിൻ്റെ ഫസ്റ്റ് ലെറ്റർ കണ്ടോ? ഇ. കണ്ട, നമ്മളിവിടെ ഇപ്പോൾ ഇ പഠിച്ചില്ലേ? ആ ഇ ആണ് ഇവിടെ. ഇ വെച്ചിട്ട് തുടങ്ങുന്ന ഒരു വേർഡാണ് എലിഫാൻറ്റ്. ഇനി എന്താണ്? എൻജിൻ. എന്താണ്? ഇ വെച്ച് തുടങ്ങുന്ന വേറൊരു വേർഡാണ് എൻജിൻ. ഈ തീവണ്ടി, ട്രെയിൻ കണ്ടിട്ടുണ്ടോ കുഞ്ഞുങ്ങൾ? ഈ ട്രെയിനിലൊക്കെ ഉപയോഗിക്കുന്ന ഒന്നാണ് എൻജിൻ. എന്താണ്? എൻജിൻ. ഇതെന്താണ്? ഇ. ഇത് ബിഗ് ഇ, ഇത് സ്മോൾ ഇ. അടുത്ത വേർഡ് നോക്കിയേ, എൻവെലോപ്പ്. എന്താണ്? എൻവെലോപ്പ്. ഇങ്ങനത്തെ കവർ കണ്ടിട്ടുണ്ടോ കുഞ്ഞുങ്ങൾ? കത്തൊക്കെ ഇടുന്ന ഒരു കവറാണ് അല്ലേ? കല്യാണ കത്തൊക്കെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? കല്യാണം പറയാൻ വരുന്നവരൊക്കെ ഇങ്ങനത്തെ ഒരു കത്തുമായിട്ട് വരുന്നത്. അതിനെ പറയുന്ന പേരാണ് എൻവെലോപ്പ്. എന്താണ് പറയാ? എൻവെലോപ്പ്. ഇവിടെ കണ്ടോ നിങ്ങൾ? ഇതെന്താണ്? ക്യാപിറ്റൽ ഇ, അതാ ബിഗ് ഇ. ഇവിടെയും കണ്ടോ നിങ്ങൾ ബിഗ് ഇ? ഇവിടെ കണ്ടോ ബിഗ് ഇ? ഈ വെച്ചിട്ടുള്ള വേർഡ്സ് ഇതൊക്കെ എലിഫാൻറ്റ്, എൻജിൻ, എൻവെലോപ്പ്. അടുത്തത് എന്താണ്? ഇതെന്താണ് കുഞ്ഞുങ്ങളെ? കോഴിമുട്ട അല്ലേ? മുട്ട അല്ലേ? മുട്ടക്ക് എന്താ ഇംഗ്ലീഷ് പറയാ? നിങ്ങൾക്ക് ഇഷ്ടമാണോ ഇത് കഴിക്കുന്നത്? എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ? ഇതിനെന്താ പറയുക? ഈ മുട്ടക്ക് എന്താ ഇംഗ്ലീഷ് പറയുക? എഗ്സ്. എന്താ പറയുക? എഗ്സ്. എന്താണ് പറയുക? എഗ്സ് എന്ന് പറഞ്ഞേ മിസ്സിൻ്റെ കൂടെ. എന്താ പറയുക? എഗ്സ്. കണ്ടോ ബിഗ് ഇ കണ്ടോ? ഈ മുട്ടക്ക് ഇംഗ്ലീഷ് പറയുക എഗ്സ്. ഇത് ബിഗ് ഇ, ഇത് സ്മോൾ ഇ. സ്മോൾ ഇ കണ്ട? സ്മോൾ ഇ കണ്ട? ഇവിടെ എലിഫൻറ്റിൽ കണ്ടോ സ്മോൾ ഇ? എൻജിനിൽ കണ്ടോ ഇവിടെ സ്മോൾ ഇ? കണ്ട? എൻവെലോപ്പിൽ കണ്ടോ? ഇവിടെ സ്മോൾ ഇ ഉണ്ട്. അപ്പോൾ ഇതെന്താണ്? സ്മോൾ. ഇതെന്താണ്? സ്മോൾ ഇ. ഇത് ബിഗ് ഇ. ഇത് ബിഗ് ഇ, ഇത് സ്മോൾ ഇ. ഈ വെച്ചിട്ട് തുടങ്ങുന്ന വേർഡ്സ് ഇതൊക്കെ എലിഫാൻറ്റ്, എൻജിൻ, എൻവെലോപ്പ്, എഗ്സ്. കുഞ്ഞുങ്ങൾ പറഞ്ഞേ, ഇതെന്താണ്? എലിഫാൻറ്റ്. ഇതോ? വെരി ഗുഡ്. എൻജിൻ. ഇതെന്താണ്? എൻവെലോപ്പ്, എഗ്സ്. വെരി ഗുഡ്. മിടുക്കന്മാരും മിടുക്കികളുമാണ് കേട്ടോ. അടുത്ത അക്ഷരം നോക്കാം നമുക്ക്. ഇതാണ് ഈ കഴിഞ്ഞിട്ടുള്ള അക്ഷരം. ഇതെന്താ വായിക്കുക? എഫ്. എന്താണ്? എഫ്. എന്താ വായിക്കുക? എഫ്. ഇത് എഫ്, ഇത് എഫ്. ഇത് ബിഗ് എഫ്, ഇത് സ്മോൾ എഫ്. ഇതിന് രണ്ടിനും പറയാം എന്താണ്? എഫ്. എന്താണ് പറയുക കുഞ്ഞുങ്ങളെ? എഫ്. ഇത് ബിഗ് എഫ്, ഇത് സ്മോൾ എഫ്. ഒന്നുകൂടെ പറഞ്ഞേ കേൾക്കട്ടെ. ഇത് ബിഗ് എഫ്, ഇത് സ്മോൾ എഫ്. എന്താണ്? ബിഗ് എഫ്, സ്മോൾ എഫ്. ഇതിന് പറയുന്നത് എന്താണ്? എഫ്. ഇത് ബിഗ് എഫ്, ഇത് സ്മോൾ എഫ്. കുഞ്ഞുങ്ങളെ ഇവിടെ നോക്കിയേ. ഇതെന്താണ് കാണുന്നത്? മീനാണ് അല്ലേ? മീൻ എന്താ ഇംഗ്ലീഷിൽ പറയാന്നറിയോ കുഞ്ഞുങ്ങൾക്ക്? എന്താ പറയുക? ഫിഷ്. ഗുഡ്. എന്താ പറയുക? ഫിഷ്. എഫ് വെച്ച് തുടങ്ങുന്ന വേർഡാണ് കേട്ടോ. എഫ് പറഞ്ഞ ലെറ്റർ
വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു വേർഡാണ് ഫിഷ്. എന്താണ്? ഫിഷ്. ഇതെന്താണ്? ഫാൻ. എന്താണ്? ഫാൻ. നിങ്ങളുടെയൊക്കെ വീട്ടിൽ ഫാൻ ഉണ്ടോ? ഉണ്ട് അല്ലേ? ഇത് ഫാൻ. ഫാനിൻ്റെ സ്പെല്ലിങ് നോക്കിയേ. ഫസ്റ്റ് ലെറ്റർ ഏതാ? ഫസ്റ്റ് അക്ഷരം ഏതാ? എഫ് ആണ് അല്ലേ? അപ്പോൾ എഫ് വെച്ചിട്ട് തുടങ്ങുന്ന വേറൊരു വേർഡാണ് ഫാൻ. ഇതെന്താണ്? ഫിഷ്. ഇതെന്താണ്? ഫാൻ. ഇതെന്താ? കുറേ പഴങ്ങൾ കാണുന്നുണ്ട് അല്ലേ? ആപ്പിളും മുന്തിരിയും പഴമൊക്കെ ഉണ്ട് അല്ലേ? അപ്പോൾ ഇതിനൊക്കെ പറയുന്ന പേരെന്താണ്? ഫ്രൂട്ട്സ്. എന്താണ്? ഫ്രൂട്ട്സ്. എന്ത് പറയാ? ഫ്രൂട്ട്സ്. ഇവിടുത്തെ ഫസ്റ്റ് ലെറ്റർ നോക്കിയേ. എന്താ കാണുന്നത്? ഫസ്റ്റ് ലെറ്റർ ഏതാ? എഫ് ആണ് അല്ലേ? ക്യാപിറ്റൽ എഫ് ആണ് അല്ലേ? ബിഗ് എഫ്. ഇതിനെന്താ പറയുക? ഫ്രൂട്ട്സ്. ഇതെന്താണ്? നിങ്ങളുടെ വീട്ടിൻ്റെ മുറ്റത്തൊക്കെ ഉണ്ടോ ഇത്? പൂവ്. പൂവുണ്ടോ നിങ്ങളുടെ വീടിൻ്റെ മുറ്റത്ത്? പൂക്കൾക്ക് എന്താ പറയുക ഇംഗ്ലീഷിൽ? ഫ്ലവേഴ്സ്. എന്താ പറയുക? ഫ്ലവേഴ്സ്. എന്താ പറയുക? ഫ്ലവേഴ്സ്. എന്ന് പറഞ്ഞേ. എന്താണ് പറയുക? വെരി ഗുഡ്. ഫ്ലവേഴ്സ്. ഇതെന്താണ്? ക്യാപിറ്റൽ എഫ്. ഇത് സ്മോൾ എഫ്. ഇതെന്താണ്? ഫിഷ്, ഫാൻ, ഫ്രൂട്ട്സ്, ഫ്ലവേഴ്സ്. ഇവിടെയൊക്കെ നമ്മൾ ക്യാപിറ്റൽ എഫ് കണ്ടു അല്ലേ? ബിഗ് എഫ്. സ്മോൾ എഫ് കാണിച്ചിട്ട് കുഞ്ഞുങ്ങൾക്ക്. നേരത്തെ ഫിഷിൽ ബിഗ് എഫ് അല്ലേ കണ്ടത്? ഇവിടെ ഫിഷ് നോക്കൂ, സ്മോൾ എഫ് അല്ലേ? ഇവിടെ ഫിഷിൽ സ്മോൾ എഫ് ആണ് അല്ലേ? നേരത്തെ നമ്മൾ ഇവിടെ ഫ്ലവേഴ്സ്, പൂക്കൾക്ക് എന്താ പറയുക? ഫ്ലവേഴ്സ്. അതിന് ബിഗ് എഫ് ആണ് കണ്ടില്ലേ? ഇവിടെ നോക്കൂ, സ്മോൾ എഫ് ആണ് അല്ലേ? കണ്ടോ കുഞ്ഞുങ്ങൾ? അപ്പോൾ ഇതെന്താ? ബിഗ് എഫ്, സ്മോൾ എഫ്. ഇതെന്താന്ന് കുഞ്ഞുങ്ങളോട് ചോദിച്ചാൽ എന്ത് പറയും? ഇതിന് രണ്ടിനും പറയുക എഫ് എന്നാണ്. പക്ഷേ ഇത് ബിഗ് എഫ്, ഇത് സ്മോൾ എഫ്. കുഞ്ഞുങ്ങൾക്ക് മനസ്സിലായോ? എഫ് വെച്ചിട്ടുള്ള വേർഡ്സ് ഏതൊക്കെയാണ്? ഫിഷ്, ഫാൻ, ഫ്രൂട്ട്സ്, ഫ്ലവേഴ്സ്. അപ്പോൾ ഏതൊക്കെ നമ്മൾ പഠിച്ചു? ഏതൊക്കെ ലെറ്റേഴ്സ് പഠിച്ചു നമ്മൾ? എ പഠിച്ചു, ബിഗ് എയും പഠിച്ചു, സ്മോൾ എയും പഠിച്ചു. എ വെച്ചിട്ട് കുഞ്ഞുങ്ങളോട് ആരെങ്കിലും രണ്ട് വേർഡ്സ് പറഞ്ഞേന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾ എന്ത് പറഞ്ഞു കൊടുക്കും? ഏതെങ്കിലും രണ്ട് വേർഡ്സ്. മിസ് പഠിപ്പിച്ചില്ല ഇപ്പോൾ? ആപ്പിൾ, എഗ്സ് ആൻഡ് ആരോ. 4 പഠിപ്പിച്ചതിൽ ഏതെങ്കിലും രണ്ട് വേർഡ്സ് പറഞ്ഞു കൊടുക്കണം കേട്ടോ. ഇതാണ് ബിഗ് എ, ഇത് സ്മോൾ എ. എ വെച്ചിട്ടുള്ള രണ്ട് വേർഡ് ഏതൊക്കെ പഠിക്കാൻ എളുപ്പമുള്ളത്? ആപ്പിളും ആൻഡും അല്ലേ? ആപ്പിളും ആൻഡും മനസ്സിൽ കുറിച്ച് വെക്കണം കേട്ടോ. അടുത്തത് എന്താ പഠിച്ചേ? ബി. ബിഗ് ബി, സ്മോൾ ബി. എന്താണ് ബിഗ് ബിയും സ്മോൾ ബിയും? ബി വെച്ചിട്ട് തുടങ്ങുന്ന വേർഡ്സ് ഇതൊക്കെ: ബോൾ, ബലൂൺ, ബോയ്, ബട്ടർഫ്ലൈ. ഇതിലേതെങ്കിലും രണ്ടെണ്ണം നിങ്ങളോട് ആരെങ്കിലും ചോദിച്ചാൽ പറയാൻ കിട്ടണം കേട്ടോ. ബി വെച്ചിട്ടുള്ള വേർഡ്സ് രണ്ടെണ്ണം പറഞ്ഞാൽ ബലൂൺ, ബോൾ, ഏതെങ്കിലും പറയാം കേട്ടോ. അടുത്ത ലെറ്റർ ഏതാണ് പഠിച്ചത്? സി. എന്താണ്? സി. ബിഗ് സി, സ്മോൾ സി. സി വെച്ചിട്ടുള്ള വേർഡ്സ് കാറ്റ്, കേക്ക്, കാൻഡിൽസ്, കൗ, ക്രയോൺസ്. ഇതിലും കുഞ്ഞുങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമുള്ള ഏതെങ്കിലും രണ്ടെണ്ണം പഠിച്ചേക്കണം കേട്ടോ. അടുത്തത് എന്താ പഠിച്ചേ? ഡി. എന്താണ് കുഞ്ഞുങ്ങളെ? ഡി. ബിഗ് ഡി, സ്മോൾ ഡി. ഡി വെച്ചിട്ടുള്ള വേർഡ്സ് ഏതൊക്കെ? ഡോഗ്, ഡ്രം, ഡക്ക്, ഡോൾഫിൻ. ഏതൊക്കെ? ഡോഗ്, ഡ്രം, ഡക്ക്, ഡോൾഫിൻ. ഇതിലും കുഞ്ഞുങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമുള്ളത് പഠിച്ചേക്കണം കേട്ടോ. അടുത്ത അക്ഷരം ഏതാ പഠിച്ചേ? ഇ. ഏതാ പഠിച്ചേ? ഇ. ഇത് ബിഗ് ഇ,
സ്മോൾ ഇ. ബിഗ് ഇ സ്മോൾ ഇ. പറഞ്ഞേ, ബിഗ് ഇ സ്മോൾ ഇ. ഈ വെച്ചിട്ടുള്ള വേർഡ്സ് ഏതൊക്കെ? എലിഫന്റ്, എൻജിൻ, എൻവെലോപ്പ്, എഗ്സ്. ഏതൊക്കെ? എലിഫന്റ്, എൻജിൻ, എൻവെലോപ്പ്, എഗ്സ്. അടുത്ത അക്ഷരം ഏതാ പഠിച്ചേ? എഫ്. ഗുഡ്, വെരി ഗുഡ്. ഇതെന്താണ്? എഫ്. ബിഗ് എഫ് സ്മോൾ എഫ്. എഫ് വെച്ചിട്ടുള്ള വേർഡ്സ് ഏതൊക്കെ? ഫിഷ്, ഫാൻ, ഫ്രൂട്ട്സ്, ഫ്ലവേഴ്സ്. ഫിഷ്, ഫാൻ, ഫ്രൂട്ട്സ്, ഫ്ലവേഴ്സ്. കുഞ്ഞുങ്ങൾക്ക് മനസ്സിലായോ ഇതുവരെ എടുത്തൊക്കെ? അപ്പോൾ ഇന്ന് നമുക്ക് എഫ് വരെ പഠിച്ചാൽ മതി കേട്ടോ. ഏതുവരെ നമ്മൾ പഠിച്ചത്? എഫ് വരെ. ഏതൊക്കെ പഠിച്ചപ്പോൾ നമ്മൾ? എ പഠിച്ചു, ബി പഠിച്ചു, സി പഠിച്ചു, ഡി പഠിച്ചു, ഇ പഠിച്ചു, എഫ് പഠിച്ചു. ഇത്രയും നമ്മൾ ഇന്ന് പഠിച്ചു അല്ലേ? ഇനി ബാക്കിയുള്ളത് അടുത്ത വീഡിയോയിൽ മിസ് പഠിപ്പിച്ചു തരാം കേട്ടോ. കുഞ്ഞുങ്ങൾക്കൊരു വർക്ക് തരട്ടെ? ചെയ്യോ കുഞ്ഞുങ്ങൾ? നോക്കിയേ, ചെയ്ത് നോക്കോ കുഞ്ഞുങ്ങൾ? ഒരു സ്ലേറ്റും പെൻസിലോ അല്ലെങ്കിൽ ഒരു പേപ്പറും പെൻസിലോ ഏതെങ്കിലും എടുത്തിട്ട് ഈ സൈഡിൽ ഇതാ കാണുന്നത് ക്യാപിറ്റൽ ബിഗ് എ, ബിഗ് പി, ബിഗ് സി, ബിഗ് ഡി, ബിഗ് ഇ, ബിഗ് എഫ് അതൊക്കെ കാണുന്നുണ്ട് അല്ലേ? എ, ബി, സി, ഡി, ഇ, എഫ്. ഈ സൈഡിലുള്ളൊക്കെ ബിഗ് വലിയ അക്ഷരങ്ങളാണ്. ഇവിടെ ഉണ്ട് എ ബി സി ഡി ഇ എഫ് വരെ. പക്ഷെ അതൊക്കെ അവിടെ ഇവിടെ ആയിട്ടാണ് കൊടുത്തുള്ളത്. കണ്ടോ കുഞ്ഞുങ്ങൾ? കണ്ടോ? അവിടെ ഇവിടെയൊക്കെ ഇവർക്ക് അറിയില്ല എങ്ങനെ കൊടുക്കാന്ന്. അവർക്കറിയില്ല. കണ്ട, എക്ക് നേരെ സ്മോൾ ബി ആണ് വെച്ചിട്ടുള്ളത്. ശരിക്കും സ്മോൾ ബി അല്ല, ഇവിടെ സ്മോൾ എ വരണം. അപ്പോൾ ഇവിടെ എവിടെയാണ് സ്മോൾ എ വരുന്നത്? അതിലേക്ക് കുഞ്ഞുങ്ങൾ യോജിപ്പിക്കുക. അല്ലെങ്കിൽ ബിഗ് എ എഴുതിയിട്ട് അതിൻ്റെ നേരെ ഇതിലേതാണോ സ്മോൾ എ അത് അതിൻ്റെ നേരേക്ക് എഴുതാം. മനസ്സിലായോ കുഞ്ഞുങ്ങൾക്ക്? ഒരു ബുക്കും പെൻസിലും എടുത്തേ, അല്ലെങ്കിൽ ഒരു സ്ലേറ്റും പെൻസിലും എടുത്തേ. എന്നിട്ട് ഇതൊക്കെ ഒന്ന് സൈഡിൽ എഴുതിക്കേ. ബിഗ് അല്ലെങ്കിൽ എഴുതണ്ട, എഴുതാൻ ബുദ്ധിമുട്ടുള്ളവർ എഴുതണ്ട. ഇതിൽ തന്നെ തൊട്ട് കാണിച്ചാൽ മതി. ഓക്കെ, ഇതെന്താണ് കുഞ്ഞുങ്ങൾ പറഞ്ഞേ? ഇതെന്താണ്? എ. ഇവിടെ എവിടെ എ കാണുന്നുണ്ടോ നിങ്ങൾക്ക്? ഈ സൈഡിൽ എവിടെ കാണുന്നത്? ഇതിൻ്റെ സ്മോൾ എ കാണുന്നുണ്ടോ? ഗുഡ്. ഏതാണ് സ്മോൾ എ? മിസ് വരച്ച് കാണിക്കാം അല്ലേ? ശരിയായോ നോക്കണേ. ഇതാണ് സ്മോൾ എ. പിന്നെ ഇതെന്താണ്? ഇതെന്താണ് കുഞ്ഞുങ്ങളെ? ബി. ഇതെന്താണ്? ബി. ബോൾ കണ്ടോ? ഇത് ബി. ഇതെന്താണ്? ബിഗ് ബി ആണ്. ഇവിടെ സൈഡിൽ, ഈ സൈഡിൽ സ്മോൾ ബി ഉണ്ട്. അത് ഏതാന്ന് കാണിച്ചെന്നേ? ഇതിലെവിടെ സ്മോൾ ബി കാണുന്നുണ്ടോ കുഞ്ഞുങ്ങൾക്ക്? കണ്ടോ കുഞ്ഞുങ്ങൾ? തൊട്ട് കാണിച്ചോ? ശരിയായോ നോക്കണേ, മിസ് കാണിച്ചു തരാവേ. ഇതാണ് സ്മോൾ ബി. ഇത് ബിഗ് എ, ഇത് സ്മോൾ എ. ഇത് ബിഗ് ബി, ഇത് സ്മോൾ ബി. ഇനി അടുത്തത് എന്താണ്? അടുത്ത ലെറ്റർ ഏതാ? സി. കേക്ക് കണ്ടോ കുഞ്ഞുങ്ങൾ? ഇതെന്താണ്? സി. ഇത് ബിഗ് സി ആണ് അല്ലേ? ഈ സൈഡിൽ സ്മോൾ സി കാണുന്നുണ്ടോ നിങ്ങൾക്ക്? കുഞ്ഞുങ്ങൾക്ക് കാണുന്നുണ്ടോ സ്മോൾ സി? എവിടെ കാണിച്ചേ? വെരി ഗുഡ്. ഇതാണ് അല്ലേ സ്മോൾ സി? നമുക്ക് മാച്ച് ചെയ്ത് കൊടുത്താലോ? ശരിയാണ്. ഇതാണ് സ്മോൾ സി. ഇത് ബിഗ് സി, ഇത് സ്മോൾ സി അല്ലേ? അപ്പോൾ എ, ബി. എയും കണ്ടുപിടിച്ചു, ബിയും കണ്ടുപിടിച്ചു, സിയും കണ്ടുപിടിച്ചു. ഇനി ഏതാണ്? ഇനി ഏതാ അടുത്ത അക്ഷരം? ഡി. ഇതാണ്
ഡി. ഇവിടെ എന്താ കണ്ടേ? ഡോഗിനെ കാണുന്നുണ്ടോ കുഞ്ഞുങ്ങൾക്ക്? ആ, ഇതാണ് ഡി. നമ്മൾ പഠിച്ചതല്ലേ? ഇതാണ് ഡി. ഗുഡ്, വെരി ഗുഡ്. പറയുന്ന കുഞ്ഞുങ്ങൾക്കൊക്കെ വെരി ഗുഡ് കേട്ടോ. ഡി. ഡി ഇത് ബിഗ് ഡി അല്ലേ? ഇവിടെ ഇതിൻ്റെ സ്മോൾ ഡി കാണുന്നുണ്ടോ? നോക്കൂ, കാണുന്നുണ്ടോ? മിസ് കണ്ടില്ല, കുഞ്ഞുങ്ങൾ കണ്ടോ? കണ്ടോ? ആ, വെരി ഗുഡ്. ഇതാണ് സ്മോൾ ഡി അല്ലേ? ആ, നമുക്ക് മാച്ച് ചെയ്ത് കൊടുത്താലോ? സ്മോൾ ഡി. അടുത്ത അക്ഷരം ഏതാ? ഇതേതാ അക്ഷരം? കുഞ്ഞുങ്ങൾ പറഞ്ഞേ. ആ, ഇ. ഇതാണ് ഇ. ബിഗ് ഇ ആണോ സ്മോൾ ഇ ആണോ ഇത്? വെരി ഗുഡ്, ബിഗ് ഇ അല്ലേ? ഇവിടെ എന്താ കാണുന്നത്? ഇതെന്താ കാണുന്നത്? ആ, എഗ് കാണുന്നുണ്ട് അല്ലേ? ഇതെന്താണ്? ബിഗ് ഇ. ഇനി കുഞ്ഞുങ്ങൾക്ക് ഈ സൈഡിൽ സ്മോൾ ഇ കാണുന്നുണ്ടോ? മിസ് കണ്ടിട്ടില്ല, കുഞ്ഞുങ്ങൾ കണ്ടോ? മിസ്സിനൊന്ന് കാണിച്ചു തരുമോ കുഞ്ഞുങ്ങൾ? ആ, വെരി ഗുഡ്. ഇതാണ് അല്ലേ സ്മോൾ ഇ? നമുക്ക് വരച്ചു കൊടുക്കാം. ബിഗ് ഇ, സ്മോൾ ഇ. അടുത്ത അക്ഷരം ഏതാ കുഞ്ഞുങ്ങളെ? ആ, എന്താണ്? വെരി ഗുഡ്, എഫ്. എന്താണ്? എഫ്. ഇവിടെ എന്താ കാണുന്നത് കുഞ്ഞുങ്ങൾ? ഫിഷിനെ കാണുന്നുണ്ട് അല്ലേ? ഇതെന്താണ്? എഫ്. ബിഗ് എഫ് ആണോ സ്മോൾ എഫ് ആണോ? പറഞ്ഞേ. വെരി ഗുഡ്, ബിഗ് എഫ് ആണ് അല്ലേ? ഇനി ഇവിടെ എവിടെയാണ് എഫ് ഉള്ളത്? സ്മോൾ എഫ്. ആ, ഇതാണ് അല്ലേ സ്മോൾ എഫ്? അടച്ചു കൊടുക്കാം നമുക്ക്. ആ, ശരിയായോ? എല്ലാവരും ശരിയായോ? ആ, എല്ലാം ശരിയായെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ഫുൾ മാർക്ക് കേട്ടോ. വെരി ഗുഡ്. ഇത് എ, ബി, സി, ഡി, ഇ, എഫ്. ഇതൊക്കെ ബിഗ് ലെറ്റേഴ്സ് ആണ് അല്ലേ? ഇനി ഇതിൻ്റെ സ്മോൾ ലെറ്റേഴ്സ് ആണ് ഈ സൈഡിലുള്ളത്. അത് നമ്മൾ കണ്ടുപിടിച്ചു അല്ലേ? ബിഗ് എ, സ്മോൾ എ. ബിഗ് ബി, സ്മോൾ ബി. ബിഗ് സി, സ്മോൾ സി. ബിഗ് ഡി, സ്മോൾ ഡി. ബിഗ് ഇ, സ്മോൾ ഇ. ബിഗ് എഫ്, സ്മോൾ എഫ്. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായോ? കുഞ്ഞുങ്ങൾക്ക് ഇത് മനസ്സിലായെങ്കിൽ കുഞ്ഞുങ്ങളുടെ കൂട്ടുകാർക്കും ഒന്ന് കാണിച്ചു കൊടുക്കണം കേട്ടോ. കുഞ്ഞുങ്ങൾക്ക് ഫ്രണ്ട്സ് ഇല്ലേ? ആ, അവർക്കും ഒന്ന് ഈ വീഡിയോ കാണിച്ചു കൊടുക്കണേ. കുഞ്ഞുങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ അടിയിൽ കാണുന്ന ചുവന്ന ബട്ടൺ ഒന്ന് തൊടോ. ആ, നല്ല കുട്ടികളാണ് കേട്ടോ. അപ്പോൾ ഇന്നെടുത്ത എ, ബി, സി, ഡി, ഇ, എഫ് ഇതൊക്കെ നന്നായിട്ട് പഠിക്കണം കേട്ടോ. പിന്നെ ഓരോന്ന് വെച്ചിട്ട് പഠിപ്പിച്ചില്ലേ വേർഡ്സ്, അതിൽ കുഞ്ഞുങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമുള്ള ഇഷ്ടപ്പെട്ട 2 വേർഡ്സ് പഠിക്കുക. ആരെങ്കിലും ചോദിച്ചാൽ ഈ ലെറ്റേഴ്സൊക്കെ വെച്ചിട്ട് ആരെങ്കിലും വേർഡ്സ് ചോദിച്ചാൽ പെട്ടെന്ന് തന്നെ പറഞ്ഞു കൊടുക്കണം കേട്ടോ. നല്ല കുട്ടികളല്ലേ? ആ, ഇതിൻ്റെ ബാക്കി പഠിപ്പിക്കാനായിട്ട് മിസ്സ് വരാട്ടോ അടുത്ത ക്ലാസ്സിൽ. അതുവരെ കുഞ്ഞുങ്ങളെ, ബൈ. ലവ് യു ഓൾ.